അപ്പോസ്തലിക സഭ ഈശോയെ മനസ്സിലായ, ഈശോയുടെ കൂടെ നിന്ന് ആ ചൂട് മനസ്സിലാക്കിയ സഭ പീഡനങ്ങൾ വന്നപ്പോൾ, സങ്കടങ്ങൾ വന്നപ്പോൾ ചെയ്തൊരു കാര്യമാണ്. 5-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അവരെ തെറ്റിദ്ധരിച്ചവരെ, അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ, അവരെ കൊല്ലാൻ അധികാരമുള്ളവരുടെ മുമ്പിൽ അവർ ചിരിച്ചുകൊണ്ട് നിന്നു. ഈശോയുടെ നാമത്തിന്റെ പേരിൽ പീഡനം സഹിക്കാൻ പറ്റിയതിൽ. നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനത്തെ ഒരു പീഡനങ്ങൾ ഉണ്ടാവുന്നില്ല. ആ കംഫർട്ടിൽ നിൽക്കുമ്പോൾ ഓർത്തേക്കണം, ഇന്നുള്ള സഹനങ്ങൾ, ഈ ഭൂമി ജീവിതം തന്നിലുള്ള സഹനങ്ങൾ, കടമോ രോഗമോ വേദനയോ എന്തോ ആവട്ടെ, അത് ആരുടെ കൂടെ സഹിക്കണം? ആരുടെ കൂടെ സഹിക്കണം? ഈശോയുടെ കൂടെ. അങ്ങനെ സഹിക്കാൻ പറ്റിയാൽ ആ കടത്തിലും ആ രോഗത്തിലും വേദനയിലും നിങ്ങൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും ഒരു പുഞ്ചിരി വിടർത്താനും നിങ്ങൾക്ക് പറ്റും. കിട്ടുന്നുണ്ടോ? എന്നാൽ ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് നോക്കണം. പക്ഷെ ഇന്ന് ഈ സഹനം വരുന്ന സമയത്ത് നമുക്ക് ഈശോയുടെ കൂടെ അതിലേക്ക് അതിജീവിക്കാൻ പറ്റണം. ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, സഹായിക്കുന്ന കർത്താവ്, ആ സഹായമായ ദൈവം കൂടെയുണ്ടെന്നുള്ളത് മറന്നുപോയേക്കല്ലേ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം.